ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളെ അവഗണിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഈ ലോകം തന്നെ അവസാനിച്ചു എന്നൊക്കെ. എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ ഇതൊരു വലിയ തിരിച്ചറിവിൻ്റെ സമയമാണ്. നമ്മൾ അമിതമായി ആശ്രയിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാൻ ദൈവം തരുന്ന ഒരു അവസരം. ഈ ലോകം നശ്വരമാണ്. ആത്മീയത നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല എന്നാണ്. ബന്ധങ്ങളും വികാരങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ഇന്ന് നമ്മളെ ജീവനേക്കാൾ സ്നേഹിച്ചേക്കാം. നാളെ അവർക്ക് നമ്മൾ വെറും അപരിചിതരായി മാറിയേക്കാം. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് നമ്മുടെ ധർമ്മമാണ്. പക്ഷേ അവർ തിരിച്ച് അതേപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു തരം ഈഗോയല്ലേ? കർമ്മം ചെയ്യുക, ഫലത്തിൽ ആശിക്കരുത് എന്നാണല്ലോ. ശരിയാണ്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സ്നേഹിക്കുന്നതിന് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. സ്നേഹം ലഭിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. പക്ഷേ നമ്മളത് ആശിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ ഏറ്റവും ബേക്കിലാണെന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഒരു വിഷമത്തിൽ നിന്ന് കയറാനുള്ള ഏക മാർഗം. മനുഷ്യർക്ക് നമ്മളെ മറക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങുക. നമ്മൾ മനുഷ്യരിലേക്ക് തേടിപ്പോക്കുന്ന ആ ഒരു അമിതമായ സ്നേഹം ശരിക്കും നമ്മൾ നമ്മുടെ സൃഷ്ടാവിനാണ് നൽകേണ്ടത്. മനസ്സിനെ പഠിച്ചവരിലേക്ക് തിരിക്കുമ്പോൾ മനുഷ്യന്മാരുടെ അവഗണനകൾ നമ്മളെ ബാധിക്കാതെയാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ സങ്കടപ്പെടുന്നതിന് പകരം പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുക. എൻ്റെ സമാധാനം ഞാനൊരു മനുഷ്യൻ്റെയും കയ്യിൽ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഉള്ളിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാം. ആത്മീയത എന്നാൽ നമ്മളെ തന്നെ തിരിച്ചറിയലാണ്. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മൂല്യം എന്താണെന്നും തിരിച്ചറിഞ്ഞാൽ ഒരാളുടെ പ്രയോറിറ്റി ലിസ്റ്റിലും ഇടം കിട്ടാൻ നിങ്ങൾ കാത്തു നിൽക്കില്ല, നിങ്ങൾ കൊതിക്കില്ല. ഓർക്കുക, അടയുന്ന ഓരോ വാതിലുകളും നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന പുതിയ വഴികളാണ്. നിങ്ങളെ അവഗണിക്കുന്നവരിലൂടെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്വയം സ്നേഹിക്കാനാണ്. സമാധാനമായിട്ടിരിക്കുക, പഠിച്ചവൻ കൂടെയുണ്ട്. ഈ ആത്മീയ ചിന്തകൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകി എന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.